everyone. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാം. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്ര. കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് ലോസ് ഉണ്ട്. സിമ്പിളാണ്, അത് കറക്റ്റായിട്ട് അതിൻ്റെ ഒപ്പം ചെയ്ത് പഠിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്സ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമുക്ക് ഓടിച്ചിട്ട് ആ ടോപ്പിക്സ് എടുക്കാൻ നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് വരുന്നത് നമ്പർ സിസ്റ്റം ആണ്. നമ്മൾ ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ ഈ 4 നമ്പർ സിസ്റ്റം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ നമ്പർ കൺവേർഷൻസ്, അതായത് ഈ ഒരു ഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റുക, ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക, ആ ഒരു കൺവേർഷൻസ്. ദെൻ ബൈനറി അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ 2 ഓപ്പറേഷൻസ് ആണ്, ബൈനറി അഡീഷനും ബൈനറി സബ്ട്രാക്ഷൻ. ദെൻ ഡാറ്റ റെപ്രസെൻറ്റേഷൻ, അവിടെ നമ്മൾ നമ്പേഴ്സും ക്യാരക്ടേഴ്സും വീഡിയോസ് ഓഡിയോസ് ഇതൊക്കെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളവിടെ പഠിക്കും. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ബൂലിയൻ ആൾജിബ്ര, ബേസിക് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബൂലിയൻ ആൾജിബ്ര, അവിടെ നമ്മൾ കുറച്ച് ലോസ് ഒക്കെ ഒരു 7 ലോസ്. ദെൻ ബേസിക് തിയറംസ് ഓഫ് ബൂലിയൻ ആൾജിബ്ര, ഡി മോർഗൻസ് തിയറം, സർക്യൂട്ട് ഡിസൈനിങ് ഫോർ സിമ്പിൾ ബൂലിയൻ എക്സ്പ്രഷൻസ് ആൻഡ് ഫൈനലി യൂണിവേഴ്സൽ കേസ്. ലാസ്റ്റത്തെ ടോപ്പിക്സിൻ്റെ പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്, ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. എന്താണ് നമ്പർ സിസ്റ്റം അല്ലേ. നമ്പർ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണ്. സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. അതിൽ ബേസ് റാഡിക്സ് എന്നൊക്കെ പറയുന്നത് എന്താ, ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റ്സിൻ്റെ കൗണ്ടിനെയാണ് നമ്മൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 4 നമ്പർ സിസ്റ്റമാണ്. അതിൽ ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഓക്കെ, അപ്പോൾ ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് 0യും 1ഉം. ഒക്ടൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ ബേസ് വരുന്നത് 8. അവിടുത്തെ സിമ്പിൾസ് ഏതൊക്കെയാണ്, 0 മുതൽ 7 വരെ. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ. ഡെസിമൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മീൻസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും ബേസ് എന്ന് പറയുന്നത് 16 ആണ്. അവിടെ നമ്മൾ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സും ബാക്കി 6 നമ്മൾ എടുക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഫസ്റ്റ് 6 ലെറ്റേഴ്സ് ആണ്, അതായത് A മുതൽ F വരെ. അത്രയാണ് നമ്മൾ ഹെക്സാഡെസിമലിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പഠിക്കാൻ പോകുന്ന 4 നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസും സിമ്പിൾസും ഏതൊക്കെയാണെന്നുള്ള എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ആദ്യം തന്നെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 10 ആണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഒരു നമ്പർ ഉണ്ട് 5876. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കേ. 6ന് മേലെ എന്താ 10⁻0, then 10⁻1, 10⁻2, 10⁻3. ഓക്കെ, റൈറ്റിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക. അതായത് 5 × 10⁻3 plus 8 × 10⁻2 plus 7 × 10⁻1 plus 6 × 10⁻0. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 5876 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വെയിറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ റിലേറ്റീവ് പൊസിഷനെ അനുസരിച്ചായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പോൾ 6ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മുഴുവനും പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, ദെൻ ദ ഡിജിറ്റ് വിത്ത് മോസ്റ്റ് വെയിറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളതിന് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ MSD. അതുപോലെ തന്നെ ഏറ്റവും കുറവുള്ളതിനപ്പോൾ എന്ത് വിളിക്കും? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ 173 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ MSD എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് ചെറിയ നമ്പർ ആണല്ലേ 1, പക്ഷെ നമ്മൾ നമ്പർ അല്ല അതിൻ്റെ പൊസിഷനാണ് നോക്കുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴേക്കും 10⁻0, 7 എന്ന് പറയുമ്പോൾ 10⁻1, 1 എന്ന് പറയുമ്പോൾ 10⁻2. അപ്പോൾ ഇവിടെ ഏതാണ് ഏറ്റവും വലുത്? 1ൻ്റെ വെയിറ്റ് ആണ് ഏറ്റവും വലുത്. ഓക്കെ, അപ്പോൾ MSD എന്ന് പറയുന്നത് 1ഉം ഏറ്റവും ചെറിയ വെയിറ്റ് ആർക്കാണ്? 3നാണ്. അപ്പോൾ അതുകൊണ്ട് LSD എന്ന് പറയുന്നത് 3 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം നോക്കാം. ഡെസിമൽ കഴിഞ്ഞു, നെക്സ്റ്റ് ബൈനറി. ബൈനറി എന്ന് പറയുന്നതിന് നമുക്ക് ബേസ് 2 നമ്പർ സിസ്റ്റം എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ്? അതിൻ്റെ ബേസ് 2 ആണ്. നമ്മൾ 2 സിമ്പിൾസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഏതൊക്കെയാണ്? 0യും 1ഉം. അത് രണ്ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. Computer uses binary number system as the basic number system for data representation. Okay, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലെ ഡേറ്റ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ഏതാണ്? ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ,
ഇനി ഒരു ബൈനറി ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്നത് ബിറ്റ് എന്നാണ്. ഓക്കെ, നമ്മൾ നോർമലി ഒരു നമ്പർ എഴുതുവാണെങ്കിൽ ഇപ്പം 723 എന്ന് എഴുതുവാണെങ്കിൽ ഇതിൽ 3നെ നമ്മൾ എന്താ വിളിക്കുക, ഒരു ഡിജിറ്റാന്ന് വിളിക്കുക അല്ലേ. അതുപോലെ ഇപ്പം നമ്മുടെ ബൈനറിയിൽ എഴുതുമ്പോൾ അതിൽ ഒരു ഡിജിറ്റിനെ നമ്മൾ ബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമ്മളിത് ബൈനറി ആണെന്ന് മനസ്സിലാവാൻ, അതായത് ഇപ്പോൾ 0s and 1s മാത്രമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 11 എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, 1 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് 11 എന്ന് വായിക്കാനൊരു ടെൻഡൻസി വരും. ഓക്കെ, അപ്പോൾ ബൈനറി ആണെന്ന് എങ്ങനെ മനസ്സിലാവും? നമ്മളൊരു 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു നമ്പറും നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും സബ്സ്ക്രിപ്റ്റ് എഴുതണം. അതായത് ഏതാണ് അതിൻ്റെ ബേസ് എന്നുള്ളതായിരിക്കും നമ്മൾ സബ്സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കേ, നമുക്കൊരു 1101 എന്ന് പറഞ്ഞിട്ടൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡെസിമലിൽ എഴുതിയ പോലെ തന്നെ, പക്ഷേ ഇവിടെ വരുമ്പം 2ൻ്റെ പവറിലാണ്. അവിടെ നമ്മൾ 10ൻ്റെ പവറാണ്. കാരണം എന്താ, 10 ആയിരുന്നു ബേസ്. ബൈനറി വരുമ്പോൾ 2 ആണ് ബേസ്. അതുകൊണ്ട് നമ്മൾ 2ൻ്റെ പവറിലാണ് ആ ഒരു വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ 1 × 2⁵ ചെയ്യും, പ്ലസ് 1 × 2⁵2 പ്ലസ് 0 × 2⁵1 പ്ലസ് 1 × 2⁵0. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി 13 എന്ന് കിട്ടി. അതായത് 13 എന്ന് പറയുന്ന ഡെസിമലിൻ്റെ ബൈനറിയാണ് 1101 എന്ന് എഴുതുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും പഠിച്ചില്ലേ? സെയിം കോൺസെപ്റ്റ് ഇവിടെ വരുമ്പോൾ അത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആകും, അതുപോലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ആകും. ഓക്കെ, MSBയും LSBയും സെയിം കോൺസെപ്റ്റ്. ഏതിനാണോ വെയിറ്റ് കൂടുതൽ അതായിരിക്കും എന്ത്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. വെയിറ്റ് കുറവുള്ളത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഒക്ടൽ. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയായിരുന്നു? 8 ആയിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് 8 നമ്പർ സിസ്റ്റം എന്ന് കൂടി വിളിക്കും. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് 236. അപ്പോൾ അവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? 8 ആണ്. എന്തുകൊണ്ടാണ്? ബേസ് 8 ആയതുകൊണ്ട് അതൊരു ഒക്ടൽ നമ്പർ ആണെന്ന് മനസ്സിലാവാൻ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 8 കൊടുത്തു. ഓക്കെ, അപ്പോൾ 236 എന്ന് പറയുന്ന നമ്പറിന്റെ വെയിറ്റ് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കി, 8ൻ്റെ പവേഴ്സിലാണ്. ഓക്കെ, പൊസിഷൻ നോക്കിയിട്ട് 8ൻ്റെ പവേഴ്സിൽ. ഇപ്പോൾ 2ന് 8⁵2, 3ൻ്റെ വരുമ്പം 8⁵1 ആണ് വെയിറ്റ്, 6 എന്ന് പറയുമ്പോഴേക്കും 8⁵0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെയും ചെയ്യാം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 158 എന്ന് കിട്ടി. അതായത് 158 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ഒക്ടൽ നമ്പറാണ് 236 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ലാസ്റ്റത്തെ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ ബേസ് എത്രയായിരുന്നു? 16 ആയിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് വിളിക്കും. ഇത് നമ്മൾ മെമ്മറി അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചില്ലേ, എന്തൊക്കെ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് ഹെക്സാഡെസിമലിൽ? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സും A മുതൽ F വരെയുള്ള ആൽഫബറ്റിക് ലെറ്ററും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓരോ ലെറ്റേഴ്സ് ഹെക്സാഡെസിമലിലെ സിമ്പിൾസ് എല്ലാം നമ്മൾ ഈ ഒരു ടേബിളിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ കറസ്പോണ്ടിങ് ഏതാ ഡെസിമൽ നമ്പർ ഏതാന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. 0 മുതൽ 15 വരെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ എഴുതുന്നത്? ഈ താഴെ നോക്കിക്കേ, 12AF എന്നിട്ട് സബ്സ്ക്രിപ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? 16. അതുപോലെ 1AC 10 16, 2D.4 16. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 12AF ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എഫിൻ്റെ നേരെ 16⁵0, A എന്ന് പറയുമ്പോഴേക്കും വെയിറ്റ് 16⁵1, 2 എന്ന് പറയുമ്പോൾ 16⁵2, 1 എന്ന് പറയുന്നത് 16⁵3. നമ്മൾ നേരത്തെ ഇത്രയും നേരം എഴുതിയതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും വെയിറ്റ് എഴുതുന്നത് അത് ഏത് നമ്പറാണോ അതിൻ്റെ ബേസ് അനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് നോക്കുകയാണ്. 1 × 16⁵3. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 12AF ആയിരുന്നു അല്ലേ. ഓക്കെ, 12AF ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 × 16⁵3 ചെയ്തു. ദെൻ 2 × 16⁵2. ദെൻ അടുത്തത് A ആണ്. A എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണെന്ന് നോക്കുക. കണ്ടോ, ഈ ഒരു ടേബിളിൽ എയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്താ? 10 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 എഴുതുക. 10 × 16⁵1. ദെൻ അടുത്തത് എന്താ? F ആണ്. അപ്പോൾ എഫിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഏതാ? ഡെസിമൽ സിഗ്നിഫിക്കൻ്റ് നോക്കിക്കേ 15 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 15 × 16⁵0. ഓക്കെ, അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നേരെ കയറി A × 16⁵1 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല അല്ലേ, നമുക്ക് നമ്പർ വേണം. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡെസിമൽ നമ്പർ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക, അത് എഴുതാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കണ്ടോ 4783 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഹെക്സാഡെസിമൽ നമ്പറാണ് 12AF എന്ന് പറയുന്നത്.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു, അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി ഈ നമ്പർ സിസ്റ്റം പരസ്പരം നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കണ്ടേ. ഇപ്പം തന്നെ നമ്മൾ കുറച്ച് കൺവേർഷൻ പഠിച്ചു അല്ലേ? അതായത് ഇപ്പോൾ 4783 അതായത് 4783 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ എന്താ ഹെക്സാഡെസിമൽ നമ്പറാണ് 12AF എന്ന് നമ്മൾ പഠിച്ചു. അത് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഇപ്പം തന്നെ പഠിച്ചല്ലേ? അങ്ങനെ എല്ലാത്തിൻ്റെയും ഡെസിമലിൽ നിന്ന് അതെങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നമ്മൾ ഇപ്പം തന്നെ നോക്കി. അപ്പോൾ ബാക്കിയുള്ള കൺവേർഷനും കൂടെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് വരുന്നതാണ് നമ്പർ കൺവേർഷൻസ്. അതായത് വി ക്യാൻ കൺവേർട്ട് വൺ നമ്പർ സിസ്റ്റം ടു അനദർ നമ്പർ സിസ്റ്റം. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നോക്കാം. ഒത്തിരി ഉണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ഡെസിമൽ ടു ബൈനറി. ഒരു ഡെസിമൽ നമ്പർ 25 നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ബൈനറിയിലേക്ക് മാറ്റുക. ബൈനറി എന്ന് പറയുമ്പോൾ എന്താ 0യും 1ഉം മാത്രമായിരിക്കും അല്ലേ? ഓക്കെ, നമ്മുടെ LCM എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ 2 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ 2 എടുത്തത്? നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ബൈനറിയിലേക്കാണ്. ബൈനറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് 2 ആണ്. ഓക്കെ, 25നെ നമ്മൾ 2ലേക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 12 കിട്ടി. റിമൈൻഡർ ഉണ്ട് 1. അത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി. എഗെയിൻ 12നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 6 ഡയറക്റ്റ് കിട്ടി. റിമൈൻഡർ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ 1ന് താഴെ 0 എഴുതി. ദെൻ എഗെയിൻ 6നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 3 കിട്ടി. റിമൈൻഡർ 0. 3നെ അഗെയിൻ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 ആണ്. റിമൈൻഡർ 1 ഉണ്ട്. ആ 1 നമ്മൾ ഇപ്പുറത്ത് എഴുതി. ഓക്കെ, നമ്മൾ ഒരിക്കലും 1 വെച്ച് നിർത്തരുത്. കൺവേർഷൻസ് ചെയ്യുമ്പം 0യിൽ വേണം നിർത്താനായിട്ട്. സോ വീണ്ടും നമ്മൾ 2 വെച്ച് എഴുതി. 2 താഴെ 0 റിമൈൻഡർ 1. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വായിക്കേണ്ടത് മുകളിൽ നിന്ന് താഴേക്കല്ല, താഴേന്ന് മുകളിലേക്ക് വേണം വായിക്കാൻ. ഓക്കെ, അപ്പോൾ 25ന്റെ ബൈനറി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? താഴേന്ന് മുകളിലേക്ക് 1 1 1 0 0 1. ഇങ്ങനെയാണ് നമ്മൾ 25ന്റെ ബൈനറി എഴുതുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 80 നോക്കാം. 80 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറിയിലേക്ക് മാറ്റാം. എങ്ങനെയാണ്? 80നെ നമ്മൾ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ 40 അല്ലേ? റിമൈൻഡർ എന്താ അപ്പം 0. ദെൻ ഈ ഒരു 40നെ നമ്മൾ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 20. അപ്പോഴും നമുക്ക് 0. എഗെയിൻ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. 10 0. ദെൻ 5 അവിടെയും 0. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ? ഇല്ല അല്ലേ? 2 ആണ്. ബാലൻസ് 1 ഉണ്ട്. അത് നമ്മൾ എഴുതി. 2നെ നമ്മൾ വീണ്ടും ചെയ്തു. 1 റിമൈൻഡർ ഇല്ല. 1ൽ വെച്ച് നിർത്താവോ? നിർത്താൻ പാടില്ല. നമ്മൾ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 0 ബാലൻസ് 1. ഓക്കെ, ഇവിടെയും നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്? താഴേന്ന് മുകളിലേക്കാണ്. അപ്പോൾ നോക്കിക്കേതേ 1 0 1 0 0 0 0. ഇങ്ങനെയാണ് നമ്മൾ 80 എന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് എഴുതുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡെസിമൽ ടു ബൈനറി എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഒരു ഓഡ് ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വാലന്റ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് 1ലായിരിക്കും. ഓക്കെ, നമ്മൾ 1 0 1 0 എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പം എപ്പോഴും 1ൽ എൻഡ് ചെയ്യുന്നത് ഒരു ഓഡ് ഡെസിമൽ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ 0ൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഈവൻ ഡെസിമൽ നമ്പർ ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മൾ ഡെസിമൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റാൻ ഓൾറെഡി നമ്മൾ പഠിച്ചല്ലേ? ഇനി നമുക്ക് ഡെസിമൽ ഫ്രാക്ഷൻ വരുമ്പോൾ അത് എങ്ങനെ മാറ്റും എന്നുള്ളത് നോക്കാം. 0.625 എന്ന നമ്പറിനെ നമുക്കൊന്ന് ബൈനറി ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്യുക? നമ്മളവിടെ നമ്മളവിടെ ഡിവിഷൻ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് 0.625നെ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 1.25 എന്ന് കിട്ടും. ഈ ഒരു 1നെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്ത് എഴുതി. ബാലൻസ് എന്തുണ്ട്? 0.25 ഉണ്ട്. അത് നമ്മൾ താഴേക്ക് എഴുതി. 0.25 ഇൻറ്റു 2 നമ്മൾ വീണ്ടും 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 0.50 കിട്ടി. ഈ ഒരു 0നെ നമ്മൾ ലെഫ്റ്റിലേക്ക് എഴുതി. ബാക്കി 0.50 എന്നുള്ളത് താഴേക്ക് എഴുതി. അഗെയിൻ ഇൻറ്റു 2 നമുക്ക് ആൻസർ എന്ത് കിട്ടി? 1 കിട്ടി. ആ ഒരു 1നെ നമ്മൾ ലെഫ്റ്റിലേക്ക് എഴുതി. പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? 0.00. തീർന്നല്ലേ? ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ താഴേന്ന് മുകളിലേക്കാണ് എഴുതിയത്. പക്ഷേ നമ്മുടെ ഫ്രാക്ഷൻ ഫോമിൽ വരുമ്പോഴേക്കും മുകളിൽ നിന്ന് താഴേക്ക്. അപ്പം 101. ഇത് ഫ്രാക്ഷൻ ആണ്, ഡെസിമൽ ഫ്രാക്ഷൻ ആയിരുന്നു. അപ്പം 0.101 എന്നാണ് ഈ ഒരു 0.625 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഫോം. ഓക്കെ, ഡെസിമൽ ഫ്രാക്ഷൻ നമ്പറിൻ്റെ ബൈനറി ഫോം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, എന്താണ്? ഫൈൻഡ് ദ ബൈനറി ഇക്വാലന്റ് ഓഫ് ഡെസിമൽ ഫ്രാക്ഷൻ നമ്പർ 15.25. 15.25 എന്ന് പറയുന്ന ഒരു ഡെസിമൽ ഫ്രാക്ഷൻ. നമ്മളിത് എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ഈ ഒരു 15നെ ബൈനറി ആക്കി മാറ്റും.
അതിനുശേഷം ഈ ഒരു 0.25 ബൈനറി ആക്കി മാറ്റുക. എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് എഴുതുക. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ രണ്ടും എങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിച്ചല്ലേ. ഓക്കെ, അപ്പം 15 എങ്ങനെ മാറ്റും? 15 ഡിവൈഡഡ് ബൈ 2 ആദ്യം ചെയ്യാം. എത്രയാ? 7 നമുക്ക് കിട്ടുള്ളൂ. ബാലൻസ് 1 ഉണ്ട്. എഗെയിൻ 7 നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? 3 ആണ്. 3 × 2 6, ബാലൻസ് 1 ഉണ്ട്. എഗെയിൻ 3 നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 1. അവിടെയും ബാലൻസ് 1 വരും. പിന്നെ നമുക്കിത് 0-ൽ വെച്ച് എൻഡ് ചെയ്യണോ അല്ലേ. അപ്പോൾ 2 0 1. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നത്? ഇങ്ങനെയാണ്. അതായത് 15 എന്ന് പറയുന്ന ഈ ഒരു ഡെസിമൽ ഡിജിറ്റിന്റെ ബൈനറി എന്താ? 1 1 1 1 2. 15 നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഈ ഒരു 0.25 നമുക്ക് നോക്കാം. അടുത്ത എന്താ? 0.25 അല്ലേ. 0.25 നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 0.25 ഇൻറ്റു 2. ഓക്കെ, ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.50 കിട്ടും. ഈ 0 നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ബാക്കി എന്തുണ്ട്? 0.50 ഉണ്ട്. 0.50 ഇൻറ്റു 2 നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1.00 അല്ലേ. ഈ 1 നമ്മൾ ഇങ്ങോട്ട് എഴുതി. ബാലൻസ് എന്തുണ്ട്? 0.00. തീർന്നു, അവിടെ വെച്ച് എൻഡ് ചെയ്തു. അപ്പം നമ്മൾ ഇതെങ്ങനെ വായിക്കേണ്ടത്? മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പം അതായത് 0.01 എന്നാണ് നമ്മുടെ 0.25 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്പറിന്റെ ബൈനറി. നമുക്കിപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഇനി നമുക്കത് രണ്ടും കൂടെ ഒന്നിച്ച് എഴുതണ്ടേ? നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? 15.25 ആണ്. അപ്പോൾ അതെങ്ങനെ എഴുതും? 15 എന്താ? 1 1 1 1. 0.25 എന്ന് പറയുമ്പോഴേക്കും 0.01. ഇതാണ് 15.25 എന്ന് പറയുന്ന ബൈനറി ഡെസിമൽ നമ്പറിന്റെ ബൈനറി നമ്പർ. എന്താണ്? 111 1.01 സബ്സ്ക്രിപ്റ്റ് 2. ഈ ഒരു ഫോർമാറ്റിലേക്ക് എഴുതാം. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് നോക്കാം. അതായത് ഇപ്പം ഒത്തിരി നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ഈസി ആയിട്ട് തോന്നും. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് വരുമ്പോഴേ അത് ആ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ക്ലിയർ ആയില്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ആണ്. നമ്മൾ സെയിം ബൈനറിയിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. 2ന് പകരം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് 8 വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ്? ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. ഓക്കെ, 125 എന്ന നമ്പറിനെ, ഒരു ഡെസിമൽ നമ്പറിന്റെ ഒക്ടൽ ഇക്വാലന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 125 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. എത്രയാണ്? 15 ടൈംസ് പോകും. ബാലൻസ് 5 നമ്മൾ ഇവിടെ എഴുതി. ദെൻ എഗെയിൻ 8 വെച്ച് ഡിവൈഡ് ചെയ്തു. 1 7 ബാലൻസ് വന്നു. എഗെയിൻ 8 വെച്ച് ചെയ്തു. 0 റിമൈൻഡർ 1. അപ്പോൾ 175 എന്നതാണ് ഈ ഒരു 125 എന്ന ഡെസിമൽ നമ്പറിന്റെ ഒക്ടൽ ഇക്വാലന്റ്. അത് വെറുതെ എഴുതിയാൽ ശരിയാവോ? ഇല്ല അല്ലേ. ഒക്ടൽ ആണെന്ന് എങ്ങനെ മനസ്സിലാവും? താഴെ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 8 കൊടുക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. 400 എന്നൊരു ഡെസിമൽ നമ്പർ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒക്ടൽ ഇക്വാലന്റ് കണ്ടുപിടിക്കണം. 400ന്റെ ഒക്ടൽ ഇക്വാലന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം 8 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഡയറക്റ്റ് നമുക്ക് 50-ൽ പോവില്ലേ? അപ്പോൾ റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0 ആണ്. 0. എഗെയിൻ നമ്മൾ 8 വെച്ച് ചെയ്തു. അപ്പം നമുക്ക് എന്താ? 6-ൽ പോകും അല്ലേ. 6 × 8 48 ആണ്. അപ്പോഴും ബാലൻസ് എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ ആ 2 നമ്മൾ ഇങ്ങോട്ട് എഴുതി. എഗെയിൻ നമ്മൾ ചെയ്തു. 0 6 നമ്മൾ ഇങ്ങോട്ട് എഴുതി. അപ്പം എന്താ? 620. കണ്ടോ? 620 ആണ് 400ന്റെ ഒക്ടൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. 620 എങ്ങനെ എഴുതണം? താഴെ 8 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് വേണം അത് എഴുതാൻ. അപ്പോഴേ ആ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു കൺവേർഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. 155 എന്ന നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വെച്ചാൽ ഡിവൈഡ് ചെയ്യുക? ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്? 16 ആണല്ലേ. നമുക്കറിയാം 16. അപ്പോൾ 16 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 155 ഡിവൈഡഡ് ബൈ 16 എടുക്കുക. 9 ടൈംസ് പോകും. ബാലൻസ് 11 നമ്മൾ എഴുതി. എഗെയിൻ 16 വെച്ച് ചെയ്തു. 0 9 ഇപ്പുറത്ത് എഴുതി. ഓക്കെ, ഇപ്പോൾ 9ഉം 11ഉം ആണ് ഇട്ടിരിക്കുന്നത്. 11 നമുക്ക് എഴുതാൻ പറ്റുമോ? നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 1 1 ആയിട്ട് അത് മാറും അല്ലേ. 11 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഹെക്സാഡെസിമലിൽ 11 എന്ന് പറയുന്ന നമ്പറിന് നമ്മളൊരു സിമ്പിൾ കൊടുത്തു. എന്ത് സിമ്പിളാണ്? നമ്മൾ 9 കഴിഞ്ഞ് ഇങ്ങോട്ട്, അതായത് 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന് നമ്മൾ കൊടുത്ത സിമ്പിൾസ് ഏതാണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലേ. ആദ്യത്തെ 6 ലെറ്റേഴ്സ് ആണ്. അപ്പോൾ 10 എന്ന് പറയുമ്പോഴേക്കും A ആണ്. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ എന്താണ്? B ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കി 9B. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യേണ്ടത്. 11 എന്ന് പറയുന്നത് B എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ 155 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് എന്ത് വരും? 9B
ബി താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 16 കൊടുക്കുക. അതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സെയിം 380. ഈ 380 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഹെക്സാഡെസിമൽ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. 23 ടൈംസ് അത് പോകും. ബാലൻസ് നമുക്ക് 12 വരുന്നുണ്ട്. എഗെയിൻ ഈ ഒരു 23നെ നമ്മൾ 16 വെച്ച് ഡിവൈഡ് ചെയ്തു. 1 ടൈംസ് ബാലൻസ് 7 വരുന്നുണ്ട്. എഗെയിൻ നമ്മൾ ചെയ്തു 0 1. ഇപ്പോൾ നോക്കിയേ 1 7 അത് നമുക്ക് എഴുതാം. 1 എഴുതി 7 എഴുതി. 12 എന്ന് പറയുമ്പോൾ എന്താ? 12 എന്ന് പറയുമ്പോൾ 10 എ ആണ്, 11 ബി, അപ്പോൾ 12 സി ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ സി. അപ്പോൾ ഇത്ര എഴുതി താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 16 എഴുതാം. അപ്പോഴാണ് ആ ഒരു ആൻസർ ഫൈനൽ ആവുന്നത്. അപ്പം ഡെസിമലിൻ്റെ ഈ ഒരു കൺവേർഷൻസ് എല്ലാം ക്ലിയർ ആയില്ലേ? അതായത് ഡെസിമലിനെ ആദ്യം നമ്മൾ ബൈനറിലേക്ക് മാറ്റി, പിന്നെ ഒക്ടലിലേക്ക് മാറ്റി, പിന്നെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ അത്രയും അവിടെ അത് ക്ലിയർ ആയി. ആദ്യത്തെ 3 കൺവേർഷൻസ് ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറിനെ ഡെസിമലിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ആദ്യമേ ചെയ്തതാണ്. ബൈനറിനെ ഡെസിമലിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണേ? ഇവിടെ ഇപ്പോൾ തന്നിട്ടുണ്ട് 11011. ഈ ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് മാറ്റുക. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ 2ൻ്റെ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്യണം. നോക്കി, റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുക എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 5 ആണല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ എന്താ പറയുക? 2⁴ ആണ് വരിക. 5 നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ 2⁴, കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൽ നിന്നാണല്ലേ? ഓക്കെ, അപ്പം 1 × 2⁴ പ്ലസ് 1 × 2⁵ പ്ലസ് 0 ആണ് എടുത്തത്. 0 × 2⁵2 പ്ലസ് 1 × 2⁴1 പ്ലസ് 1 × 2⁵0. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കി. 16 + 8 + 2 + 1 ഫൈനൽ 27. അപ്പോൾ 27 എന്ന നമ്പറാണ് ഈ ഒരു ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1 1 0 0 0 1 0. ഇതൊരു ബൈനറി നമ്പറാണ്. ഈ നമ്പറിൻ്റെ ഡെസിമൽ നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിയേ, 0 1 2 3 4 5 6. ഓക്കെ, 6 പൊസിഷൻ ഉണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യുക? 1 × 2⁵6 പ്ലസ് 1 × 2⁵5 പ്ലസ് 0 × 2⁴ പ്ലസ് 0 × 2⁵3 പ്ലസ് 0 × 2⁵2 പ്ലസ് 1 × 2⁵1 പ്ലസ് 0 × 2⁵0. ഇങ്ങനെയല്ലേ വരിക? ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ ആൻസർ, ഫൈനൽ ആൻസർ നമുക്ക് എന്താ? 1 × 2⁵6 എന്ന് പറയുമ്പോൾ 64 ആണ്. പ്ലസ് 1 × 2⁵5 എന്ന് പറയുമ്പോഴേക്കും 32. ഇതും എന്താണ്? 0 ആയിട്ട് മാറും. 0 + 0 പ്ലസ് 0 പ്ലസ് 1 × 2⁵1 2. 0 × 2⁵0 എന്ന് പറയുമ്പോൾ 0. ഫൈനൽ ആൻസർ 98. കണ്ടോ? അപ്പോൾ ഈ ഒരു 11000010 എന്ന് പറയുന്ന ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 98 ആണ്. അതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്? 98 എന്ന് എഴുതുക. താഴെ സബ്സ്ക്രിപ്റ്റ് ഡെസിമൽ എന്ന് പറയുമ്പോൾ എത്രയാ? 10. താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 10 കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അങ്ങനെയാണ് നമ്മൾ ആ ഒരു കൺവേർഷൻ ചെയ്യുന്നത്. ഇനി ബൈനറി ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഡെസിമൽ ടു ബൈനറി പറഞ്ഞപ്പോഴേക്കും ഡെസിമലും ചെയ്തു, ഡെസിമൽ ഫ്രാക്ഷനും നമ്മൾ ചെയ്തല്ലേ? അതുപോലെ ബൈനറി ഫ്രാക്ഷൻ വരുന്നത് എങ്ങനെ നമുക്ക് ഡെസിമലിലേക്ക് മാറ്റാം അതും നോക്കാം. നോക്കിയേ, 0.101 കണ്ടോ? അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. 0.101 എന്ന് പറയുന്ന ഒരു ബൈനറി ഫ്രാക്ഷൻ നമ്പറിനെ നമുക്ക് ഡെസിമലിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അപ്പോൾ അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ആണ് നോക്കുക. നോക്കിയേ, ഇപ്പുറത്തേക്കല്ലേ വരുന്നത്, പോയിന്റ് കഴിഞ്ഞിട്ടാണ്. അപ്പം 1 × 2⁻⁻1. ഓക്കെ, ഈ പൊസിഷൻ. ദെൻ പ്ലസ് 0 × 2⁻². ഓക്കെ, ഇവിടത്തെ. ദെൻ ലാസ്റ്റ് വരുമ്പോൾ എന്താ? പ്ലസ് 1 × 2⁻³ കണ്ടോ? അങ്ങനെയാണ് വരിക. നമ്മൾ മറ്റത് എഴുതുമ്പോൾ നമ്മൾ ഇപ്പുറത്തേക്കാണല്ലേ കൗണ്ട് ചെയ്ത് വരുന്നത്. ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ആണ്. എന്നിട്ട് ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണെന്ന് നോക്കി. 0.625. 0.625 എന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഫ്രാക്ഷൻ ആണ് ഈ ഒരു 0.101 എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ബൈനറി ടു ഡെസിമൽ പഠിച്ചു, ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമലും പഠിച്ചു. ഇത്രയും ക്ലിയർ ആയില്ലേ? എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ ഓരോന്നും
ഓരോ നമ്പറും എടുത്ത് ചെയ്ത് പഠിക്കുമ്പോഴേക്കും അത് ക്ലിയർ ആവും. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. ഓക്കെ, നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ ആ മെത്തേഡ് തന്നെയാണ് നമ്മൾ 8ന്റെ പവേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 157 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പറിനെ നമുക്ക് ഡെസിമലിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്തു? 8ന്റെ പവേഴ്സ് യൂസ് ചെയ്തു. 1 × 8⁻², പ്ലസ് 5 × 8⁻1, പ്ലസ് 7 × 8⁻0. ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 111 എന്ന് കിട്ടി. ഒരിക്കലും അത് മാത്രമായിട്ട് എഴുതരുത്, എന്തായാലും സബ്സ്ക്രിപ്റ്റ് എഴുതണം. കാരണം 111 കാണുമ്പോൾ നമുക്കത് ബൈനറി ആയിട്ട് തോന്നാം. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ എന്ത് എഴുതിയാലും അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് മെൻഷൻ ചെയ്യാം. അപ്പം ഇതെന്താണ്? ഡെസിമൽ ആണല്ലേ, അപ്പം 10 കൊടുക്കാം. ക്ലിയർ അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1005 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പർ എടുത്തു. ഓക്കെ, ഇതിൻ്റെ ഡെസിമൽ എങ്ങനെ കണ്ടുപിടിക്കും? 1 × 8⁻³ പ്ലസ് 0 × 8⁻², പ്ലസ് 0 × 8⁻1, പ്ലസ് 5 × 8⁻0. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് 517. ഇതെന്താണ്? ഈ ഒരു ഒക്ടൽ നമ്പറിൻ്റെ ഡെസിമൽ ഇക്വാലൻ്റ് ആണല്ലേ. അപ്പോൾ താഴെ 10 സബ്സ്ക്രിപ്റ്റ് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒക്ടലിനെ ഡെസിമലിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ 16ന്റെ പവേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ബൈനറിയിൽ 2ന്റെ എടുത്തു, ഒക്ടലിൽ 8ന്റെ എടുത്തു, ഹെക്സാഡെസിമലിൽ 16ന്റെ എടുക്കാം. ഓക്കെ, അപ്പോൾ AB എന്നാണ് തന്നിരിക്കുന്നത്. AB എന്ന് പറയുമ്പോൾ ഹെക്സാഡെസിമലിൽ ഈ ഡിജിറ്റ്സിന്റെ ഈ ഒരു സിമ്പിൾസിന്റെ വാല്യൂ എന്താണ്? A എന്ന് പറയുന്നത് 10 ആണ്, B എന്ന് പറയുന്നത് 11 ആണ് അല്ലേ. 0 മുതൽ 9 വരെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്ന ഏതാ? A മുതൽ F വരെയാണ്. അതേതാ? 10, 11, 12, 13, 14, 15. ഇത്രയും വാല്യൂസിനാണ് നമ്മൾ ആ ഒരു ലെറ്റേഴ്സ് വെച്ച് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? A B ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം A എന്ന് പറയുമ്പോൾ 10 × 16⁻1 പ്ലസ് 11 × 16⁻0. ഫൈനൽ ആൻസർ 171. അത് അതിൻ്റെ ഡെസിമൽ ഇക്വാലന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 2D5. ഓക്കെ, 2D5 എന്ന് പറയുന്ന ഒരു ഹെക്സാഡെസിമൽ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡെസിമൽ കാണണം. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 2 × 16⁻² അല്ലേ, പ്ലസ് D എന്ന് പറയുന്നത് ഏതായിരിക്കും? D എന്ന് പറയുമ്പോഴേക്കും 13 ആണ് വരുന്നത് അല്ലേ. 13 × 16⁻1. 13 എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാമല്ലോ. A എന്ന് പറയുന്നത് 10, 11, 12, 13 എന്ന് പറയുമ്പോഴേക്കും എന്താ? D ആണ് വരുന്നത്. ഓക്കെ, ദെൻ പ്ലസ് 5 × 16⁻0. നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് 725 ആണ്. 725 എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ ഡെസിമൽ ഇക്വാലന്റ്. അപ്പോൾ അത്രയും ക്ലിയർ ആയില്ലേ? ഡെസിമലിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഓക്കെ, ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് താഴെ ഒരു ടേബിൾ ഒക്കെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഒക്ടലിൻ്റെ ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ട് 0 മുതൽ 7 വരെയും ആ ഓരോ ഡിജിറ്റിൻ്റെ ബൈനറി ഇക്വാലന്റ് തന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 7 വരെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ അത് പഠിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് സൈഡിൽ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ എഴുതി വെക്കാനും നിങ്ങൾക്ക് ഇപ്പോൾ മൊത്തം 0യും 1 ആകുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരു എളുപ്പം മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതാന്നുള്ളതിന്. ഓക്കെ, സൈഡിൽ ഇങ്ങനെ ടേബിൾ എടുക്കുക, വരയ്ക്കുക. 0 ഉണ്ട്, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒക്ടൽ ഡിജിറ്റ്സ്. ഇതിൻ്റെ ബൈനറി ഇക്വാലന്റ് എഴുതണം. എങ്ങനെ എഴുതാം? നമുക്ക് ലാസ്റ്റ് ബിറ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെ എഴുതാം. 01, 01, 01, 01. ഒന്നിടെ വിട്ട് എഴുതി. ഇനി എഴുതുമ്പോൾ നമ്മൾ 2 എണ്ണം വീതം എഴുതാം. ഓക്കെ, 0011, 0011. ഓക്കെ, ഇനി അടുത്ത എഴുതുമ്പോൾ എന്താ? 3 അല്ല 4. 0 0 0 0 1 1 1 1. കണ്ടോ? സെയിം ആയില്ലേ? അപ്പോൾ ഈ ഒരു ട്രിക്ക് വെച്ചിട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കുക, തെറ്റിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ നോക്കാം. നോക്കി, 437 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒക്ടൽ നമ്പർ. 4ന്റെ ബൈനറി ഇക്വാലന്റ് എന്താ? 100 ആണ്. കണ്ടോ? അതെഴുതി. 3ന്റെ ബൈനറി ഇക്വാലന്റ് എന്താ? 011. അതും തന്നിട്ടുണ്ട്. 7ന്റെ ബൈനറി ഇക്വാലന്റ് എന്താ? 111. അതുകൊണ്ട് ഇനി ഇതിനെ നമ്മളിങ്ങനെ ബൈനറിയിലേക്ക് എഴുതും. ഇത് നേരെ നിരത്തി എഴുതാം. 4 എന്ന് പറയുമ്പോഴേക്കും 100 011 111. അത് ഒരുമിച്ച് അങ്ങ് എഴുതി കഴിഞ്ഞ് സബ്സ്ക്രിപ്റ്റ് 2 ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറുമായി. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് എഴുതാല്ലേ? നോക്കി അങ്ങ് നേരെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, 7201 ഇതാണ് നമ്മുടെ ഒക്ടൽ നമ്പർ. ഈ ഒക്ടൽ നമ്പറിനെ നമുക്ക് ബൈനറി ആക്കണം. 7 എന്ന് പറയുമ്പോൾ എന്താ?
111 ആണല്ലേ. അപ്പം നമുക്ക് സെർച്ച് ചെയ്താം 111. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ എന്താണ് 001 ആണ്. അപ്പം എന്താ 001. ഇനി ഏതാ 0 ആണ്. 0 എന്ന് പറയുമ്പോൾ എന്താ 3 0. 000. 1 എന്ന് പറയുമ്പോൾ എന്താണ് എഗെയിൻ നമുക്ക് തെറ്റിപ്പോയല്ലോ, അതിൻ്റെ ഇടയിൽ മിസ്റ്റേക്ക് വന്നു. എവിടെയാ 2 എന്ന് പറയുമ്പോഴേക്കും 010 ആണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. 7 എന്ന് പറയുമ്പോഴേക്കും എന്താ 111 ആണ് 7. 2 എന്ന് പറയുമ്പോൾ 010. 010. ദെൻ എഗെയിൻ 0 എന്ന് പറയുമ്പോഴേക്കും 000. ദെൻ 1 എന്ന് പറയുമ്പോൾ 001. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു നമ്പറിൻ്റെ ബൈനറി ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, കറക്റ്റ് അല്ലേ? 111 010 00001. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഒക്ടൽ ടു ബൈനറി ചെയ്യുന്നത്. അത്രയും ക്ലിയർ ആയില്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടാവാം. ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കിത് ക്ലിയർ. ഓക്കെ അല്ലേ? എല്ലാം ക്ലിയർ അല്ലേ?